ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയുടെ മേൽപ്പാലത്തിന്റെ തെക്കേ ഭാഗത്ത് എറണാകുളത്തേക്ക് പോകുന്ന ഭാഗത്ത് റാമ്പ് അടിക്കുന്നുണ്ട്. റാമ്പ് അടിക്കുന്ന ഒരുപാട് മെത്തേഡുകൾ ഒരുപാട് അറിവുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. അപ്പോൾ റാമ്പ് അടിക്കുന്നതിന് വേണ്ടി വാളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡിൽ വാളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോഡിൽ നിന്ന് 5 അടിയോളം താഴ്ചയിൽ മണ്ണ് എടുത്തുകൊണ്ട് കൽപ്പൊടി ഡംപ് ചെയ്തിട്ട് അതിൻ്റെ ലെയർ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെത്തേഡുകൾ അതെങ്ങനെയൊക്കെയാണ് നിർത്തുന്നതെന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കുന്നത്, അതിൻ്റെ മെഷീനുകളെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട കൊടുങ്ങല്ലൂർക്കാരെ, നമ്മുടെ മേൽപ്പാലത്തിൻ്റെ ചന്തപ്പുര മേൽപ്പാലത്തിൻ്റെ തെക്കേ ഭാഗത്ത് നിന്നുകൊണ്ട് വടക്കേ ഭാഗത്തേക്ക് മേൽപ്പാലത്തിലേക്ക് നോക്കുന്നൊരു വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മളെല്ലാം കണ്ട് വളർന്ന നമ്മുടെ ചന്തപ്പുരയുടെ മുഖച്ഛായ തന്നെ മാറാൻ വേണ്ടി പോവുകയാണ്. ഇനി ജീവിതത്തിൽ ഒരിക്കലും നമുക്കിതിങ്ങനെ ഒരു വ്യൂ കാണാൻ കഴിയില്ല കേട്ടാ. പറഞ്ഞ നേരം കൊണ്ട് ഇവന്മാർ ഇതിൻ്റെ റാമ്പിൻ്റെ പണി തീർക്കും. നല്ല ഹൈറ്റിലാണ് കേട്ടോ അതിൻ്റെ വാളൊക്കെ അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് എൻ്റെ ഫാമിലിയാണേ. ഇനി നമ്മുടെ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയുടെ മേൽപ്പാലത്തിൻ്റെ അടിഭാഗത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ അടിഭാഗം കൊണ്ട് കാണുന്നത്, പാലത്തിൻ്റെ അടിഭാഗമാണ് കാണുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതും അങ്ങോട്ട് മാറുവേ. ഇനിയാണ് മക്കളെ കാണേണ്ടത് നമ്മുടെ മേൽപ്പാലത്തിൻ്റെ ചന്തപ്പുര മേൽപ്പാലത്തിൻ്റെ തെക്കേ ഭാഗമാണ് ഇപ്പി കാണുന്നത്, അതിൻ്റെ ഏറ്റവും ഈ കാണുന്നത്. ഇനി നമുക്ക് പതുക്കെ അതിൻ്റെ പുറത്തേക്കുള്ള ഒരു കാഴ്ചയും കൂടിയും കാണാം. ചന്തപ്പുരയുടെ അവസാനത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഇതേപോലത്തെ ഒരു വ്യൂ കിട്ടില്ല. കാരണം ഇവർ പറഞ്ഞിറങ്ങുകൊണ്ട് ഇത് നല്ല ഹൈറ്റ് റാമ്പടിച്ച് ഇതിൻ്റെ പണി അങ്ങോട്ട് തീർക്കും. പിന്നെ നമുക്ക് ഇതേപോലെ വ്യൂ കിട്ടില്ല. റോഡ് കണ്ട കാലങ്ങളോളം പഴക്കമുള്ള റോഡിനെ 5 അടിയോളം താഴ്ചയിൽ മണ്ണ് പരിപൂർണമായി എടുത്ത് മാറ്റിക്കൊണ്ട് ലൂസ് മണ്ണ് ഇട്ടുകൊണ്ട് ടൈറ്റ് ചെയ്തിട്ടാണ് വീണ്ടും അവർ ഇത്ര ഹൈറ്റിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്. ആ ടൈറ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകൂട്ടാ. നമുക്ക് അതിലേക്ക് കടക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു വാള് പിടിപ്പിക്കുന്ന രീതി, ഈ വാള് കോൺക്രീറ്റ് വാള് ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അത് ഈ കാണുന്ന കൽപ്പൊടികളെല്ലാം ഇതേപോലത്തെ ലൂസിലാണ് കിടക്കുന്നുണ്ട്. ലൂസ് കണ്ട അതിൻ്റെ കണ്ട. ഇനി നമുക്ക് ആ ഒരു സ്ലാബ് അവർ ടൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നോക്കിക്കോട്ടെ. ഈ ആ സ്ലാബിൻ്റെ ഹോള് കണ്ട, ഇതേപോലത്തെ 4 ഹോൾ ഉണ്ടാവും കേട്ടോ സ്ലാബിന്. ഏകദേശം 1500 കിലോ ആണ് ഈ ഒരു സ്ലാബ് വരുന്നത്, വെയിറ്റ് വരുന്നത്. 4 ഹോൾ ഉണ്ടാവും. ഈ 4 ഹോളിലൂടെയും ഇതേപോലെ ബെൽറ്റുകൾ കോർക്കൂട്ടാ. ഈ ഹോളിലൂടെ ബെൽറ്റുകൾ കോർക്കുക. ബെൽറ്റ് കോർക്കുന്നത് കാണാം കണ്ട. അദ്ദേഹം അവിടെ ഇരുന്ന ആ ബെൽറ്റിനെ അതിൻ്റെ ഒരു അഗ്രഭാഗത്തൂടെ കോർത്തെടുക്കുന്നതാണ് കാണുന്നത് കണ്ട. ഈ ബെൽറ്റ് അവർ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇത് എവിടം വരെ ഉണ്ടോ ഇതിൻ്റെ സ്ലാബ് അത്രയും ലെങ്ത്തിലേക്ക് ഈ സാധനത്തിന് ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോവേ. ഈ സ്ലാബിൽ നിന്നും 7 മീറ്ററാണ് കേട്ടോ ബാക്കിലേക്ക് ഈ ബെൽറ്റിന് ഇടുന്നത്. ഇവർ നിരന്ന് നിന്നുകൊണ്ട് ഇവരെല്ലാവരും വരിയായിട്ട് നിന്നുകൊണ്ടാണ് ഈ ബെൽറ്റിന് ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകുന്നത്. ബാക്കിലേക്ക് 7 മീറ്ററാണ് ഇടുന്നത് കണ്ടോ. നല്ല രസമുണ്ട് ഇത് നോക്കി നിന്ന് കാണാൻ തന്നെ രസമാണ്. ഈ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ പക്ക സ്ട്രോങ് ഉണ്ട്, ഹെവിയാണ്. ഈ ബെൽറ്റുമലാണ് ഈ സ്ലാബിനെ പിടിച്ച് നിർത്തുന്നത്. അപ്പോൾ ഈ ബെൽറ്റിനെ ടൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഇടുന്ന കൽപ്പൊടിനെ ഈ പ്രഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈറ്റിലാണ് നിൽക്കുന്നത്. പ്രഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഞെട്ടിപ്പോവും. ഓക്കെ, അത്ര ടൈറ്റാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്ലാബ് ഒരു കാരണവശാലും പോവില്ല. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഷീറ്റ് കണ്ട, ഈ വൈറ്റ് ഷീറ്റ് കണ്ടില്ലേ, അതിനൊരു പ്ലാസ്റ്റിക് ഉണ്ട്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഫൈബർ ഞാരുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഫുൾ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. റാമ്പിൻ്റെ അകത്ത് വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. കൽപ്പൊടി പ്രഷർ ചെയ്യുന്ന സമയത്ത് അത് അടഞ്ഞു പോകാണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ മേറ്റുകൾ ഉപയോഗിക്കുന്നത്. ആ ബെൽറ്റുകൾ കിടക്കാണ്ട, ഈ ബെൽറ്റിലാണ് ഈ സ്ലാബുകൾ പിടിച്ച് നിൽക്കുന്നത്. ഇൻ്റർലോക്കിംഗ് ആണ്, അതോടൊപ്പം അതും പിടിച്ച് നിൽക്കുന്നത് അതിലാണ്. ഇനിയാണ് നമ്മൾ മെയിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു മെഷീൻ ശ്രദ്ധിച്ചോ, ഇവനാണ് കൽപ്പൊടിയെ ലെവൽ ചെയ്യുന്നത്. ലെവൽ ചെയ്യുന്നൊരു രീതി ഉണ്ട് കേട്ടാ. ആ രീതിയിലേക്ക് കടക്കാം. നമസ്കാരം. ഓക്കെ ഗോകുൽ, നല്ല പണിയല്ല ഗോകുൽ അത് കയറാൻ. ഇങ്ങനെയാണത് ഇത് പിടിച്ച ഗോകുലെ. ഇതാണ് എൻ്റെ സിസ്റ്റം അല്ലേ. ഓക്കെ, ഇപ്പം ഗ്രൈഡർ അല്ലേ ഇത്, ഗ്രൈഡറിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് കേട്ടാ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ കാണുന്ന അല്ലേ ഒരു വ്യൂ ആണല്ലേ ഇത്. ഓക്കെ ഇതിൻ്റെ സിസ്റ്റം ഉണ്ട്. ഇതെന്താ ഗോകുൽ ഇതിൻ്റെ സിസ്റ്റങ്ങൾ? இது பிளேட் அப் அண்ட் டவுன், இது பிளேட் வந்து எக்ஸ்சேஞ்ச் பண்ணுறது, இது வந்து ஸ்விங், இந்த சர்க்கிள் ஸ்விங். இது வந்து கேம்பருக்காக அந்த எக்ஸ்சேஞ்ச் பண்ணி ஸ்விங் பண்ணுறது, சூப்பர் எலக்ஷன் அந்த மாதிரி இடத்துல. இது வந்து டயர் வந்து ஒன் சைடாக இந்த வண்டி கட் ஆகாத இடத்துல சைடில் ஆரி பேனல் இருக்குல்ல, அந்த சைடில் மண் ஜாஸ்தியாக இருக்குல்ல, சைடில் லைட்டாக டயர் ரோலிங் பண்ணி அப்புறம் மண் உள்ள தள்ளணும். இது வந்து ஃப்ளோ முன்னாடி கலப்பு இருக்குல்ல, அது ரொம்ப டைட்டான மட்டி இருந்தால் அது கீழே இறக்கி லூஸ் ஆகும். இது வந்து வண்டி வந்து கட் ஆகும் எல் ஷேப்பில். வண்டி இப்போ அந்த ரோட்டில்
வில்லேஜ் ரோடு இல்ல சின்ன ரோடு கட் ஆகாத ரோடு ചെറിയ റോഡ് அந்த நேரத்துல இந்த 2 செலிட்டு இருக்கு கீழே அது லைட்டா கட் ஆகும் வண்டி കട്ടായിക്കോളൂ அப்படியே ഒരുപാട് സിസ്റ്റം ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് സിസ്റ്റം ഗിയർ സിസ്റ്റം എത്ര എണ്ണം ഗിയർ வந்து 6 ഗിയർ ഫ്രണ്ട് 6 ബാക്ക് 6 ബാക്ക് 6 ഫ്രണ്ടിൽ കാരണം ബാക്കിൽ കാരണം അതുകൂടാതെ ഈ കാണുന്ന ലിവർ സിസ്റ്റങ്ങൾ വേറെ അല്ലേ ഇത് പഠിക്കാൻ ഒരുപാട് ടൈം എടുക്കൂലേ ഈ ഒരു മെഷീൻ ഓപ്പറേറ്റിംഗ് പഠിക്കാൻ ഒരു വർഷം മേലെ പഠിക്കും എവിടെ നിന്നാണ് പഠിച്ചത് ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ തമിഴ്നാട്ടിൽ എവിടെ ആയിരിക്കില്ല മധുര സൈഡിൽ നിന്നാണ് പഠിച്ചതല്ലേ നല്ലൊരു പ്രാക്ടീസ് തന്നെ വേണോ അല്ലേ ഇത് അത്ര സിമ്പിൾ അല്ല അല്ലേ ഓക്കെ ഗൂഗിൾ അപ്പോൾ ഗൂഗിൾ ഒരുപാട് നന്ദി താങ്ക്സ് ഗൂഗിൾ ഓക്കെ അപ്പോൾ നമ്മുടെ ചന്തപ്പരയിലെ ഈ ഗ്രൈഡർ ഉപയോഗിച്ച് മണ്ണുകൾ ലെവൽ ചെയ്യുന്നത് നമ്മുടെ ഗോകുലാണ്, സേലത്തു നിന്നുള്ള ഗോകുലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗോകുലിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു മെഷീനത്തിൽ നിന്ന് ഇറങ്ങിയാണ്, ഗ്രൈഡറിൽ നിന്ന് ഇറങ്ങിയാണ്. കാണുന്ന മാതിരി അല്ല കേട്ടോ, ഇങ്ങനെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയുണ്ട് വ്യൂ കണ്ടോ, നല്ല ഹൈറ്റ് ഉണ്ടല്ലേ ഗോകുലെ, നല്ലൊരു ഇതുണ്ട് കേട്ടോ, താഴ്ച തന്നെ ഉണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ വർക്കിലെ റോഡ് പണിയിലെ റാമ്പിൻ്റെ വർക്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വർക്കാണ് കൽപ്പൊടിയെ ടൈറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലെവൽ ചെയ്യുന്നതിന് ഒരു അളവുണ്ട്. ആ കൃത്യമായ അളവിൽ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ ഉദ്ദേശിച്ച മാതിരി കിട്ടില്ല. അപ്പോൾ അവരുടെ ക്വാളിറ്റി ടെസ്റ്റിൽ അവർ ഫെയിലായി പോകും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ടിപ്പറിന് വലിയ ടോറസിന് ഒരുപാട് മെറ്റീരിയൽ കുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം കുത്തിയതിന് ശേഷം മുകളിലിട്ടല്ല ഈ ഒരു വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ഘട്ടം ഘട്ടമായിട്ട് ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇത് 22 സെൻറ്റിമീറ്റർ കൂടി വന്നാൽ 23 സെൻറ്റിമീറ്ററാണ് ഈ കൽപ്പൊടിയുടെ തിക്ക് വരേണ്ടത്. അതിൻ്റെ മെഷർമെൻറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഒരാൾ ഏറ്റത്തും മറ്റേ ആൾ അപ്പുറം ഇരുന്നുകൊണ്ട് ചിരട് പിടിക്കുന്നുണ്ട്. അതായത് കാണയുടെ ടോപ്പ് വാട്ടർ ലെവൽ തന്നെയാണ് അപ്പുറത്തെ ഭാഗവും. ആ ലെവലിൽ നിന്നും അവരൊരു തോത് വെച്ചിട്ടുള്ള അളവാണ് ചെക്ക് ചെയ്യുന്നത്. 23 സെൻറ്റിമീറ്റർ തിക്കനമേ ഇട്ട കൽപ്പൊടിക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. ഇത് കണ്ട കിടക്കണണ്ട. ഇനിയാണ് ഇയാളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇയാളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാലാണ് അത് 20 സെൻറ്റിമീറ്ററിലേക്ക് ടൈറ്റായി മാറുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഓക്കെ, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അതൊന്ന് ചോദിച്ചിട്ട് പോവാം. ये गाड़ी का प्रेशर कितना है? प्रेशर 210 210 हाई प्रेशर है. वेट इसका 1110 वेट, गाड़ी का वेट 1110 गाड़ी का वेट है. गाड़ी का वेट 1110 प्रेशर 210. ओके लीवर है आगे पीछे बस जैसे जेसीबी में होता है. हाँ, आगे पीछे का एक गियर तो होता है उसमें, लेकिन एक आगे पीछे करने वाला इसमें भी वही सिस्टम है. वही सिस्टम. हाँ, ओनली आगे पीछे करने में गियर नहीं होता इसमें. गियर नहीं होता है. ഓ, മറ്റേ റോളറുമ്പോൾ കയറണ വരിയല്ല. ഈ റോളറിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ എന്താണ് വരേണ്ട തോന്നുന്നത്, കണ്ടില്ലേ? ആണ് നോക്കിയേ, ഭയങ്കര സംഭവം ഉണ്ടാ. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രഷർ ഇട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം കിടന്ന് കിട്ടുങ്ങൂട്ടാ. ഗിയർ ഓക്കെ. ഇനി നമ്മുടെ റോളറിൻ്റെ പ്രവർത്തനം കൂടി ഒന്ന് കാണാം, അവൻ്റെ പ്രഷർ ഒന്ന് കാണാം കേട്ടാ. ഈ ഏരിയ മൊത്തം കിടുക്കി കളയൂട്ടാ, അത്ര പ്രഷറാണ് അടിക്കുന്നത്. ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്ന കൽപ്പൊടി 22 സെൻറ്റിമീറ്റർ, മാക്സിമം 23 സെൻറ്റിമീറ്റർ തിക്ക്. അതിൽ കൂടുതൽ കനം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വൈബ്രേറ്ററിങ്ങിൻ്റെ ക്വാളിറ്റി കിട്ടില്ല കേട്ടോ. ഇത് ഹൈ പ്രഷറിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചെങ്കല്ല് പോലെ പോട്ടെ, നമ്മൾ വെട്ടുകല്ല് മാറിയോ അത്ര ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ റാമ്പിൻ്റെ ടോപ്പ് ഹൈറ്റ് വരും, നല്ല ഹൈറ്റ് വരും. ഇത് ലെയറായിട്ടാണ് കേട്ടോ കൽപ്പൊടി അടിക്കുന്നത്. ഒരേ 22 സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ടും അടിച്ചടിച്ച് ഇതേപോലെ ആക്കിയിട്ടാണ് സ്ട്രെങ്ത് ആക്കുന്നത്. ഹെവിയാണ്. കണ്ട ഈ ഭാഗം കണ്ട, അത്ര സ്ട്രെങ്ത് ആയിരിക്കണ്ട. അവിടെ ടെസ്റ്റിന് എടുത്തിട്ടുള്ളതാണ്. ഈ കാണുന്ന ഹോള് കാണാം, ഈ ഹോള് അതിന് ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. 20 സെൻറ്റിമീറ്റർ ഉണ്ടാവും ഇപ്പോൾ. അതായത് 22 സെൻറ്റിമീറ്റർ 23 സെൻറ്റിമീറ്റർ ഇട്ട് കൊടുക്കുന്ന കൽപ്പൊടിനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് 20 സെൻറ്റിമീറ്ററിൽ കണ്ടാക്കുന്നത്. 20 സെൻറ്റിമീറ്റർ ആക്കുമ്പോഴേക്കും ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെട്ടുകല്ല് പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. ഒക്കെ സ്ട്രോങ് ആണ് കേട്ടോ. സ്ട്രോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൽപ്പൊടിയാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല, അത്ര സ്ട്രോങ് ആണ്. കണ്ടില്ലേ? സ്ട്രോങ് എന്ന് വെച്ചാൽ ഹെവിയാണ്, നമ്മുടെ വെട്ടുകല്ലിൻ്റെ സ്ട്രോങ്, അത്ര സ്ട്രോങ്ങിലാണ് അടിക്കുന്നത്. അതായത് റാമ്പിൻ്റെ ടോപ്പ് ഹൈറ്റ് വരെയും 22-23 സെൻറ്റിമീറ്ററിന് 20 സെൻറ്റിമീറ്റർക്ക് ആക്കി അടിച്ചാണ്ട് ഇത് എടുക്കുന്നത്. ഈ കാണുന്നതെല്ലാം അതേപോലെ അടിച്ച് റെഡിയാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ റാമ്പിൻ്റെ കിഴക്കേ സൈഡാണ് ഈ കാണുന്നത്. ഈ നമ്മൾ വൈബ്രേറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ അടിയിൽ നമ്മുടെ സ്ലാബിൻ്റെ ബെൽറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ.
ഇത് നമ്മുടെ പടിഞ്ഞാറ് സൈഡാണ് കേട്ടോ, നമ്മുടെ ചന്തപ്പുരയുടെ മേൽപ്പാലത്തിൻ്റെ തെക്കേ ഭാഗത്തെ പടിഞ്ഞാറ് സൈഡാണ് ഈ കാണുന്നത്. നോയിക്കോട്ടെ, കണ്ട നമ്മുടെ ആയ സ്ലാബുകളൊക്കെ നിൽപ്പുണ്ട. ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ആണെങ്കിലും ആ ബെൽറ്റുകളൊക്കെ ആയ നേരത്തെ കണ്ട കൽപ്പയുടെ ഉള്ളിൽ ഒരേ സ്ലാബിനും 4 ബെൽറ്റ് വെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഫുൾ ലെങ്ത്തിൽ. നമ്മുടെ പടിഞ്ഞാറ് സൈഡിലൊരു വ്യൂ ആണ് ഈ കാണുന്നത്. തെക്കേ ഭാഗത്തു നിന്ന് നമ്മൾ നേരെ വടക്കോട്ടേക്കുള്ള വ്യൂ ഒന്ന് കാണിക്കുകയാണേ. കണ്ട നമ്മുടെ ആ ചന്തപ്പേരയുടെ പടിഞ്ഞാറ് സൈഡിൽ, പാലത്തിൻ്റെ പടിഞ്ഞാറ് സൈഡിലുള്ള ഭാഗമാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ റാമ്പിൻ്റെ അവസാനഘട്ട വർക്കിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗാർഡ് സ്ലാബുകളാണ് ഈ ഹെഡ്ജിൽ വരുന്നത്. നമ്മുടെ വാളിൻ്റെ ടോപ്പിൽ ഒരു ഗാർഡ് സ്ലാബ് വരാനുണ്ട്. അതിന് വേണ്ടിയിട്ട്, അത് വെക്കുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ കാണുന്ന സ്ലാബ്. ഇതാണ് ഗാർഡ് സ്ലാബ്. ഈ സ്ലാബിൻ്റെ ഗാഡി കാണാതെ മേലെ ആ ഗാഡി നമ്മുടെ റാമ്പിൻ്റെ വാളിലേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കാണുന്ന കമ്പിയിൽ ലാസ്റ്റ് കോൺക്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്ലാബ് പൊക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രേണ്ടത്. ഇനി ഇതിൻ്റെ കഥ ഒന്ന് കേൾക്കാട്ടോ നമുക്ക്. നേരെ അതിൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ ചന്തപ്പുരയിലെ മറ്റേ സ്ലാബ് വെക്കുന്നതിന് വേണ്ടി ഹൈഡ്രേൻ്റെ ഉള്ളിൽ കയറിക്കേണ്ട. ജെബിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ജെബി ഒറ്റപ്പാലം അല്ലേ? ഓക്കെ, ജെബിനെ ശരിക്കും പരിചയപ്പെടുത്തരാം കേട്ടോ. അപ്പോൾ ആ സ്ലാബ് ഒന്ന് വെക്കുകയാണ്. പൊന്നാര മക്കളെ, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മാതിരിയല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്കൊരു എത്തുപിടുത്തം കിട്ടുന്നില്ല. ഒന്നാമത് ഫ്രണ്ട് ഭാഗം കാണുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കണം. നല്ല വെയിറ്റ് ഉള്ളതിൻ്റെ പേരിലായിരിക്കാം. ഭയങ്കര ജർക്കിങ് ആണ് കേട്ടോ, ഭയങ്കര ഷെയ്ക്കാണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചന്തപ്പുരയിലെ പാലം പണിക്ക് വന്നിട്ടുള്ള ഒറ്റപ്പാലത്തേരും ജെബിനൊന്ന് പരിചയപ്പെടുത്തണേ. ജെബി ഹായ്. ജെബി ഹായ്. ഒറ്റപ്പാലം എത്ര നാളെ നമ്മുടെ ചന്തപ്പുരയിൽ വന്നിട്ട്? 7 മാസം. ഇത് തന്നെയാണ് സ്ലാബുകൾ എടുത്ത് എല്ലാ പണി. അപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ ഒറ്റപ്പാലത്തുകാരൻ ജെബിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കണ്ടത്. ഓക്കെ, താങ്ക്സ്. ഓക്കെ ജെബി. അങ്ങനെ കൊടുങ്ങല്ലൂർക്കാർ കണ്ടു വളർന്ന ചന്തപ്പുരയുടെ മുഖച്ഛായയെ മാറ്റിയ മേൽപ്പാലവും അതിൻ്റെ റാമ്പിൻ്റെ വർക്കുമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ.